ഹലോ ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? ഈ സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓഡിറ്റിങ്ങിനെ കുറിച്ചാണ്. ഓഡിറ്റിങ്ങിൽ പ്രധാനമായിട്ടും ഓഡിറ്റിങ്ങും ഉണ്ട്, അതിനകത്ത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ഒരു ഭാഗം കൂടിയുണ്ട്. ഞാൻ നിങ്ങൾക്കിതിലെടുക്കുന്നത് മൂന്നാമത്തെ മൊഡ്യൂളായ ഇൻറ്റേർണൽ കൺട്രോൾ എന്നുള്ള ഒരു ചാപ്റ്ററാണ്. കമ്പാരിറ്റീവ്ലി ഈ സെമ്മിൽ ഈ ഓഡിറ്റിങ്ങിനകത്ത് വലുതായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. നിങ്ങൾക്കെല്ലാവർക്കും കേൾക്കുമ്പോൾ തന്നെ വളരെയധികം ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടൊരു താല്പര്യമുണ്ടാകുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് എന്താണ് ആ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മിസ്സിനോട് തന്നെ ചോദിക്കുക. അത് എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമുക്ക് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. നിങ്ങൾ BCom ആണ് പഠിക്കുന്നത്. നിങ്ങൾ BCom കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ഏത് ഡിഗ്രി ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ഒരു മേളിൽ നിൽക്കുന്ന ആൾക്കാരാണ് BComകാരെന്ന് പറയുന്നത്. ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയാലും വൻകിട കമ്പനികൾക്കായാലും പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും ആദ്യം കൊമേഴ്സുകാരെ എടുത്തു കഴിഞ്ഞ ശേഷം മാത്രമേ വേറെ ഒരു കോഴ്സുകാരെ എടുക്കുകയുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് BComൽ പഠിച്ചിറക്കുന്നവർക്ക് രണ്ട് കൊമ്പുണ്ട് എന്നുള്ളതൊന്നും അല്ല. അവർ പഠിക്കുന്നത് അക്കൗണ്ടിങ് എന്നുള്ള ഒരു പേപ്പറാണ്. ആ ഒരു പേപ്പർ കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രത്തോളം ഒരു വില മറ്റുള്ളവരുടെ ഇടയിൽ കിട്ടുന്നത്. അപ്പം അക്കൗണ്ടിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൊമേഴ്സ് എന്ന് പറയുന്ന വിഷയത്തിന് തന്നെ ഒരു ഒറ്റ വിലയും കിട്ടത്തില്ല. അക്കൗണ്ടിങ് എത്ര നാൾ എങ്ങനെ നിൽക്കുമോ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ആ അക്കൗണ്ട്സിനെ ഓഡിറ്റ് ചെയ്യുന്ന വിഷയമായ ഓഡിറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടിങ് പോലെ തന്നെ ഓഡിറ്റിങ്ങും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് മനസ്സിലായി കാണുമല്ലോ. വളരെ അക്കൗണ്ടിങ് എങ്ങനെ നമ്മൾ പഠിക്കുന്നു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഓഡിറ്റിംഗ്. ഈ ഓഡിറ്റിംഗ് പഠിച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ച് പേര് ഞാൻ എന്തായാലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകും, അല്ലെങ്കിൽ ഞാനൊരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആകും, അല്ലെങ്കിൽ ഞാനൊരു കമ്പനി സെക്രട്ടറി ആകും, ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ടാണ് ഓഡിറ്റിംഗ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അനിൽ സാർ വളരെ നന്നായി പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഞാൻ എടുക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ കൺട്രോൾ. ഓക്കെ, ഇൻറ്റേർണൽ കൺട്രോളിൽ ഇൻറ്റേർണൽ മീൻസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള കാര്യങ്ങളാണ് ഇൻറ്റേർണൽ ആണല്ലോ. ഇപ്പം നമുക്ക് നമ്മുടെ കോളേജിൽ തന്നെ അറബിയുണ്ട്, കൊമേഴ്സുകാരുണ്ട്, മലയാളംകാരുണ്ട്, ഫിസിക്സുകാരുണ്ട്, മാത്സ് ഉണ്ട്. ഈ 5 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിലും നമ്മുടെ കൊമേഴ്സിലെ കുട്ടികൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് അകത്തുള്ളതാവുമ്പോൾ ദാറ്റ് ഈസ് വിതിൻ അവർ ഡിപ്പാർട്ട്മെൻറ്റ് ആണല്ലോ. അപ്പോൾ ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ വിതിൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള കാര്യങ്ങളാണ് ഇൻറ്റേർണൽ എന്ന് പറയുന്നത്. ഓക്കെ, കൺട്രോൾ എന്ന് പറഞ്ഞാലോ ദാറ്റ് മീൻസ് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ വേറൊരാൾ നോക്കിക്കാണുന്നത്, ലുക്കിംഗ് തിങ്സ് അതേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. മറ്റുള്ളവർ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കിക്കാണുന്നതിനെ സൂപ്പർവിഷൻ എന്ന് പറയും. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞാലോ ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള കാര്യങ്ങളെ വേറൊരാൾ നോക്കിക്കാണുന്നതിനാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. സിമ്പിൾ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ളത് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ മീനിങ് ആണ്. ഇത് മീനിങ് എന്താണെന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പ് നമുക്ക് ആ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ ഞങ്ങളൊന്ന് പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഡിസിഷൻസൊക്കെ എടുക്കാൻ വേണ്ടി ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാകും. എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഡിസിഷൻസ് എല്ലാം ടേക്കൺ ബൈ ദ ടോപ്പ് ലെവൽ മാനേജേഴ്സ്. നെക്സ്റ്റ് എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നത്, അതായത് ഇപ്പോൾ നോക്കിക്കോ, ഞാൻ ഒരു മെഷീനറി വാങ്ങിക്കാൻ പോവുകയാണ്. ഞാനൊരു ഫോട്ടോ കോപ്പി നടത്തുന്ന ഒരു ബിസിനസ്സാണ്. അവിടുത്തെ ഫോട്ടോ കോപ്പി മെഷീൻ പുതിയത് വാങ്ങണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഞാൻ മാനേജ്മെൻറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ്. ദെൻ പർച്ചേസ് ഈസ് മെയ്ഡ് ബൈ ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്.
ഓക്കെ, ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്യാമെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ ഫണ്ട് എവിടെ നിന്ന് നമുക്ക് കിട്ടണം, ആ ഫണ്ട് എങ്ങനെ നമ്മൾ റേസ് ചെയ്യും, അത് ആര് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് ചെയ്യും, അത് ചെയ്യുന്ന അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. മനസ്സിലായോ? ഇനി ഞാനാണ് ഡിസിഷൻ എടുക്കുന്ന, മാനേജ്മെൻറ്റാണ് ഡിസിഷൻ എടുക്കുന്നത്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്, ഇതിൻ്റെ അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതാരുമല്ല ഇത് ഉപയോഗിക്കുന്ന ഈസ് അനദർ ഡിപ്പാർട്ട്മെൻറ്റ്, ദാറ്റ് ഈസ് യൂസർ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഡിസിഷൻ എടുക്കുന്ന മാനേജ്മെൻറ്റ് തൊട്ട് ഉപയോഗിക്കുന്ന യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് വരെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ടാണ് എന്തെങ്കിലും ഒരു പർച്ചേസ് നടക്കണമെങ്കിൽ ഡിസിഷൻ എടുക്കേണ്ടത്. ഈ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെടുത്തെങ്കിലും ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഒരുപോലെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. ഏതെങ്കിലും സ്ഥലങ്ങളിൽ വെച്ച് വല്ല മാൽ പ്രാക്ടീസ് വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അക്കൗണ്ടിങ് ബുക്കുകൾ നോക്കി വെരിഫൈ ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. So, internal control is a part of overall management control system. It is employed to see that എന്താണ് നോക്കിക്കാണുന്നത്, a business is conducted in an orderly ആൻഡ് എഫിഷ്യൻറ്റ് മാനർ. നമ്മുടെ ബിസിനസ് എപ്പോഴും ഓർഡർലി ആയിട്ടും എഫിഷ്യൻ്റായിട്ടും ഒരു തരം മിസ്റ്റേക്കും ഇല്ലാതെ നടന്നു പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുകയാണ് ഇൻറ്റേർണൽ കൺട്രോൾ വഴി ചെയ്യുന്നത്. സോ ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഇൻക്ലൂഡ്സ്, അതിനകത്ത് എന്തൊക്കെ വരാം, ഫിനാൻഷ്യൽ ഡേറ്റയും വരാം, നോൺ ഫിനാൻഷ്യൽ ഡേറ്റയും വരാം. ഓക്കെ, സോ ഇതെന്തൊക്കെയാണ് ഉറപ്പുവരുത്തുന്നത് നോക്കിയേ. ഒന്ന്, റിലയബിലിറ്റി ഓഫ് അക്കൗണ്ട്സ്, ഞാൻ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട് എല്ലാം കറക്റ്റായിട്ടാണോ, അത് എന്തെങ്കിലും മാൽ പ്രാക്ടീസ് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്ക് അതിനകത്ത് വന്നിട്ടുണ്ടോ എന്നറിയുന്നതാണ് റിലയബിലിറ്റി ഓഫ് അക്കൗണ്ട്സ്. ദെൻ ടൈംലി പ്രസൻറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെഷീൻ, ഫോട്ടോ കോപ്പി മെഷീൻ ഞാൻ ജൂൺ മാസം വാങ്ങിക്കുകയാണെങ്കിൽ, ജൂൺ 10 വാങ്ങിക്കുകയാണെങ്കിൽ ജൂൺ 15 മുമ്പ് എൻ്റെ അക്കൗണ്ടിങ് ബുക്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകണം. ദാറ്റ് ഈസ് ദ ടൈംലി പ്രസൻറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. നെക്സ്റ്റ് വൺ ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് അസറ്റ്. എന്ത് അസറ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന കറക്റ്റുള്ള വൗച്ചർ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ ഓവറോൾ കൺട്രോൾ സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്, അതായത് ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള കൺട്രോൾ സിസ്റ്റമാണ്. In this system, a number of checks and controls are exercised in the business to ensure its efficient and profitable working of the firm. ഒരു ഫേമിൻ്റെ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിങ്ങിന് വേണ്ടി ഒരു ക്ലർക്ക് ചെയ്ത വർക്കിനെ വേറൊരു ക്ലർക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് റീചെക്ക് ചെയ്യുന്നു. എ എന്നുള്ള വ്യക്തിയായിരിക്കും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തത്, പക്ഷേ ബി എന്നുള്ള വ്യക്തിയായിരിക്കും ഇതിനെ വെരിഫൈ ചെയ്യുന്നത്, സി എന്നുള്ള വ്യക്തിയായിരിക്കും ഇത് ഓഡിറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു വ്യക്തി ചെയ്ത അക്കൗണ്ട്സ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ ക്ലർക്ക്. So, internal audit and internal checks are the other accounting and non-accounting controls. അതായത് ഇൻറ്റേർണൽ കൺട്രോളിനകത്തുള്ള രണ്ട് പാർട്ടുകൾ, അതായത് ഇൻറ്റേർണൽ കൺട്രോൾ ഈസ് broadly classified into two. That is, first one internal check and next one is internal audit. ഓക്കെ, മനസ്സിലായി? ഇൻറ്റേർണൽ ചെക്ക് എന്നും ഇൻറ്റേർണൽ ഓഡിറ്റ് എന്നുള്ളത് രണ്ടെണ്ണമാണ് ഇൻറ്റേർണൽ കൺട്രോളിനകത്തുള്ളത്. Next one, that is last one, it is an overall planning and its practical operation is included in the definition of internal control. So, internal control എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഓവറോൾ കൺട്രോളാണ്. ഇത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻ്റ് ആൻഡ് സ്മൂത്ത് വർക്കിങ്ങിനെ സഹായിക്കുന്നു. ഇത് താഴെ പറയുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് കാര്യങ്ങൾ? റിലയബിലിറ്റി ഓഫ് അക്കൗണ്ട്സ്, ടൈംലി പ്രസൻറ്റേഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് അസറ്റ്, ഓവറോൾ കൺട്രോൾ സിസ്റ്റമാണ്, ഇൻറ്റേർണൽ ചെക്കിങ്ങിനെ കൺട്രോളിനെ സഹായിക്കുന്നു, പിന്നെ ഓഡിറ്റും അക്കൗണ്ട്സും ഉണ്ട്, ഇൻറ്റേർണൽ ഓഡിറ്റും ഇൻറ്റേർണൽ ചെക്കുമുണ്ട്, ഓവറോൾ പ്ലാനിങ്ങിനെ ഇത് സഹായിക്കുന്നു. ഇനി ഈ പറഞ്ഞതുപോലെ ഇൻറ്റേർണൽ കൺട്രോളിനകത്ത് രണ്ടെണ്ണം ഉണ്ട്, ഇൻറ്റേർണൽ ഓഡിറ്റും ഇൻറ്റേർണൽ ചെക്കും. അപ്പോൾ ആദ്യം എന്താ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാലോ, ലാർജ് ബിസിനസ് ഹൗസ് ഹാവ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ ഇൻറ്റേർണൽ ഓഡിറ്റ്. ചെറിയ കൺസേൺ ആണെങ്കിൽ നമ്മൾ എല്ലാം ചെയ്യുന്ന ഒരാൾ തന്നെയായിരിക്കും. ഇപ്പോൾ
ഇപ്പം ഞാനൊരു ചെറിയ തട്ടുകട നടത്തുകയാണ്. അവിടെ കൊണ്ടുവന്ന ഒരു ഫിനാൻസ് മാനേജറിനെയും പർച്ചേസ് മാനേജറിനൊന്നും ഞാൻ ഫിക്സ് ചെയ്യത്തില്ല. ഞാൻ എന്താ ചെയ്യുക? ഞാൻ തന്നെയായിരിക്കും പർച്ചേസ് ചെയ്യുന്നതും, ഞാൻ തന്നെയായിരിക്കും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും, ഞാൻ തന്നെയായിരിക്കും സെർവ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ തന്നെയായിരിക്കും. That is in the case of a small business concern. Whereas in the case of large business houses, separate departments are involved in that concern. എന്തിനു വേണ്ടിയിട്ടാണ്? In order to work smoothly and efficient manner. So this department consists of an auditor and audit clerk. Auditor ഉണ്ടാവും, auditor clerk ഉണ്ടാവും. Normally they are the salaried persons of the firm. That is compulsory under section Companies of 2013 അമെൻമെൻറ്റ് വന്നിട്ടുണ്ട് കമ്പനീസ് ആക്ട്. അത് പ്രകാരം ഇത് വളരെയധികം കമ്പൽസറിയാണ്. ഏതാണ്? ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് വെരി വെരി കമ്പൽസറി. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ABC എന്നുള്ള ഒരു കൺസേൺ, ആ കൺസേണിനകത്ത് എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തത്. Y എന്ന് പറയുന്ന വ്യക്തി ഈ എക്സ് പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട്സുകൾ ഒന്ന് വെരിഫൈ ചെയ്യുന്നു. Z എന്ന് പറയുന്ന വ്യക്തി എക്സ് പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട്സും Y വെരിഫൈ ചെയ്ത അക്കൗണ്ടും Z എന്നുള്ളൊരു വ്യക്തി ഓഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തി ചെയ്ത അക്കൗണ്ട്സ് ആ കൺസേണിൽ തന്നെയുള്ള വേറെ വ്യക്തികൾ അത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദാറ്റ് ഈസ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഓക്കെ. A better definition is given by Professor Walter B. Mays. അദ്ദേഹം പറഞ്ഞത് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് എ കണ്ടിന്യൂസ് ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ബൈ എ സ്റ്റാഫ് ഓഫ് ഓഡിറ്റേഴ്സ് ഫങ്ഷനിങ് ആസ് ഫുൾ ടൈം സാലറീഡ് എംപ്ലോയീസ്. ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആണ്. എന്തിൻ്റെ? ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൻ്റെയും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെയും. ആരാണ് ചെയ്യുന്നത്? ബൈ എ സ്റ്റാഫ് ഓഫ് ഓഡിറ്റേഴ്സ് ഫങ്ഷനിങ് ആസ് ഫുൾ ടൈം സാലറീഡ് പേഴ്സൺസ്. നൗ വി ആർ കമ്മിങ് ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ്. എന്തൊക്കെയാണ് ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്? First one is to ensure the management that the internal check and the accounting system are effective in design and operation. ഞാൻ എൻ്റെ കൺസേണിൽ ചെയ്തിട്ടുള്ള ഇൻറ്റേർണൽ ചെക്കായാലും അക്കൗണ്ടിങ് സിസ്റ്റം ആയാലും അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് കാണിക്കുന്നു. എന്ത് പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്? എന്താണെന്ന് പറയാൻ പറ്റുമോ? ദാറ്റ് ഈസ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. എന്ന് പറഞ്ഞാൽ ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. സോ ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ. ഇനിയൊന്ന് നോക്കിയേ. അടുത്തത് ഇൻകം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യരുത്, പക്ഷേ എക്സ്പെൻസ് എപ്പോഴും അല്ലെങ്കിൽ ലോസ് നമ്മൾ എപ്പോഴും ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അതെന്തിൻ്റെ പ്രിൻസിപ്പിളാണ്? ഓക്കെ, അതൊന്ന് നല്ലോണം ചിന്തിച്ച് നോക്കിയാൽ അതെന്തിൻ്റെ പ്രിൻസിപ്പിളാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അതെന്തിൻ്റെ പ്രിൻസിപ്പിളാണ്? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഈ മൂന്നെണ്ണം നിങ്ങൾ എനിക്ക് അതിനകത്ത് ആൻസർ ഇട്ട് തരണം കേട്ടോ. കാരണം എന്താ, നിങ്ങളത് നോക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ്. എന്നിട്ടോ നിങ്ങൾക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ മിസ്സിനോട് തന്നെ ചോദിക്കണം, എന്താ മിസ്സ് ഇതിൻ്റെ ആൻസർ എന്ന് എന്നോട് ചോദിക്കണം. അപ്പോൾ എത്ര പേര് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോസും എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് എക്സ്പെൻസും ലോസും തമ്മിലുള്ള വ്യത്യാസം? എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നു, എനിക്ക് അതിനകത്ത് നിന്ന് ബെനഫിറ്റ് കിട്ടുന്നു. ഞാൻ റെൻറ്റ് കൊടുത്തു, ഞാൻ പക്ഷേ ആ വീട്ടിലാണ് താമസിക്കുന്നത്, സോ ദർ ഈസ് എ ബെനിഫിറ്റ്. ഞാൻ സാലറി കൊടുത്തു, സാലറി കൊടുക്കുന്ന സമയത്ത് ആ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൺസേണിൻ്റെ ജോലി ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ഓക്കെ. ഇൻഷുറൻസ് ഞാൻ പേ ചെയ്യുന്നു, അതെൻ്റെ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് എനിക്ക് എമൗണ്ട് കിട്ടുന്നു. ദാറ്റ് ഈസ് എക്സ്പെൻസ്. ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി കാൺട്ട് ഗെറ്റ് എനി ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഡിപ്രീസിയേഷൻ ഒരു ലോസ് അല്ലേ? ഡിപ്രീസിയേഷൻ ഞാൻ എഴുതി കളയാണ് ചെയ്യുന്നത്, എനിക്ക് അതിനകത്തുനിന്ന് ഒരു ബെനിഫിറ്റും കിട്ടില്ല
അല്ലേ? അപ്പോൾ എന്താണോ എനിക്ക് അതിനകത്ത് നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നത് അത് എക്സ്പെൻസും, ബെനിഫിറ്റ് ഒന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് ലോസും. ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിങ് സിസ്റ്റം ഞാൻ കറക്റ്റായിട്ടാണോ എൻ്റെ കൺസേണിൽ ഫോളോ ചെയ്തത്? ഇതറിയുന്നതിന് ഇത് സഹായിക്കുന്നു. ഇൻറ്റേർണൽ ഓഡിറ്റ് സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ്. എനിക്ക് ഒറ്റയ്ക്ക് അതായത് ഒരു ഓഡിറ്റർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരിൽ നിന്നും ശ്രദ്ധ വേറെ ആയിട്ടാണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ലുക്കിംഗ് തിങ്സ് അതേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ, വേറൊരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ പോലീസുകാർ നമ്മളെ പിടിക്കുകയാണ് എന്തെങ്കിലും ഒരു കേസിന്. ഇപ്പോൾ നിങ്ങൾ നോക്കിയോ, ഞാൻ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ച് തിരൂർ വന്നിരിക്കുകയാണ്. അപ്പോൾ തിരൂർ വന്ന സമയത്ത് എനിക്കൊരു 2000 റുപ്പീസാണ് എൻ്റെ കയ്യിലുള്ളത്, ചേഞ്ച് ഇല്ല. അങ്ങനെ ആകുമ്പോൾ ഞാൻ ചേഞ്ച് മേടിക്കാനായിട്ട് ഞാൻ അപ്പുറത്തുള്ള ഒരു ബിവറേജസ് ഷോപ്പാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ പോയി ചേഞ്ച് വാങ്ങിച്ചിട്ട് വരികയാണ്. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്നെ കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത? അപ്പോൾ മിസ് എന്താ ഇവിടെ കൂടെയൊക്കെയാണ് വരുന്നത്? അപ്പോൾ ആരും ഒരിക്കലും മിസ് ചില്ലറ വാങ്ങിക്കാൻ കയറിയതാണെന്നൊന്നും ആരും വിചാരിക്കില്ല. യാഥാർത്ഥ്യം അതാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ എന്നെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു ചിന്തയേ ഉള്ളൂ, അല്ലേ? അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഇൻഡിപെൻഡൻറ്റ് റിവ്യൂ എബൌട്ട് മീ, ഞാൻ എന്തിനാണ് അവിടെ പോയിട്ട് വരുന്നത്. ഓക്കെ, ആരും അത് മിസ് ചില്ലറ വാങ്ങിക്കാൻ പോയതാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലല്ല എടുക്കുക, വേറൊരു കോൺസെപ്റ്റിലായിരിക്കും എടുക്കുക. ഒരു ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ ആകുമ്പോൾ, ഒരു അക്കൗണ്ട്സ് കാണുമ്പോൾ അയാൾ എപ്പോഴും ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ ആയിരിക്കും എടുക്കേണ്ടത്. എപ്പോഴും ഒരു സംശയ ദൃഷ്ടിയായിരിക്കും അയാൾക്ക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് ഇത് കീപ് എ വാച്ച് ഓവർ ഇൻകം ഓവർ എക്സ്പെൻസ് ഓഫ് ദ ബിസിനസ്. എപ്പോഴും നമ്മൾ നോക്കേണ്ടത് എൻ്റെ കൺസേണിലുള്ള ഇൻകത്തിൽ നിന്നാണോ ഈ എക്സ്പെൻസ് വന്നിട്ടുള്ളത്, അതാണ് നമ്മൾ കൂടുതലായിട്ട് വെരിഫൈ ചെയ്യേണ്ടത്. ഇൻകം ഇല്ലാത്തിടത്തോളം ഒരിക്കലും നമുക്ക് എക്സ്പെൻസ് വരുത്തി വയ്ക്കാൻ പറ്റത്തില്ല, അല്ലേ? ഒരു കൺസേണിലുള്ള ഇൻകമിൻ്റെ പുറത്താണോ എക്സ്പെൻസ് എന്ന് നോക്കുക. ഇറ്റ് ഈസ് സീസ് ദാറ്റ് ദർ ഈസ് നോ വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽ എക്സ്പെൻസ്. അതായത് ഞാൻ എൻ്റെ കൺസേണിൽ ഒരു തരത്തിലുള്ള വേസ്റ്റേജും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഓഡിറ്റിൽ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ TMG കോളേജിൽ നിന്ന് അരിക്കാഞ്ചിറ വരെ പോകുന്നതിന് ഓട്ടോറിക്ഷ ചാർജ് 200 രൂപ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഓഡിറ്റ് ചെയ്യാൻ ഇരിക്കുന്ന ആൾ അതെങ്ങനെ എന്ത് പറ്റി 200 രൂപ എന്ന് പറഞ്ഞ് അവിടെ കൊറി എഴുതിയിടുന്നു. ആക്ച്വലി അന്നൊരു സ്ട്രൈക്കുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ട്രൈക്കല്ല, ഒരു ജാഥയുള്ളൊരു ദിവസമായിരുന്നു. അപ്പം TMG കോളേജിൽ നിന്ന് അരിക്കാഞ്ചിറ വരെ നേരിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അത് വെട്ടം വഴി കറങ്ങി ചുറ്റി ഒരു 200 രൂപയുടെ ഓട്ടോ ഓടിയിട്ടാണ് അരിക്കാഞ്ചിറയിൽ എത്തിയത്. അത് നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഓട്ടോയ്ക്ക് വന്ന 200 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ജെനുവിനാണ്. ഓക്കെ, അങ്ങനെ അല്ല എങ്കിൽ അത് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയലാണ്. Last one, finally it verifies that the organization follows the policies and practices framed by the management. കൂടാതെ നമ്മൾ ലാസ്റ്റ് നോക്കേണ്ടത് നമ്മുടെ മാനേജ്മെൻറ്റ് ഫ്രെയിം ചെയ്ത പോളിസിയും പ്രാക്ടീസും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതായത് ഇൻറ്റേർണൽ കൺട്രോളിനെ കുറിച്ച് പഠിച്ചു, അതിൻ്റെ മീനിങ് പഠിച്ചു, അത് എന്തൊക്കെ എൻഷുർ ചെയ്യുന്നതെന്ന് നോക്കൂ. ഇൻറ്റേർണൽ ഓഡിറ്റ് ഡെഫിനിഷൻ. നൗ ലാസ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇത്രയും നിങ്ങൾ കേട്ടിരുന്നത്, ക്ഷമയോടെ സഹിച്ചിരുന്നതൊക്കെ താങ്ക് യു. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് പറയണമെങ്കിൽ ഇപ്പോൾ തന്നെ 18 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ ബേസിക്കലി പറയുന്ന സമയത്ത് നല്ലോണം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പം ഞാൻ ഇതൊന്നും പറയാതെ സ്കിപ്പ് ചെയ്ത് വെറുതെ ഇത് മാത്രം പറഞ്ഞു പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഇതിലൊരു ഡൗട്ട് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വരാതിരിക്കാനാണ് മിസ് ആദ്യം ഇടുന്ന വീഡിയോ ഒക്കെ ഇച്ചിരി കൂടുതലായിട്ട് ഇടുന്നത്. ഒന്നും വിചാരിക്കരുത്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക, കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്.